أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ നബിയില്ലാ. സ്നേഹ ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്ത്, അതിൻ്റെ 33, 34, 35 വചനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്കും ഭാര്യക്കും സന്തോഷ വാർത്ത അറിയിച്ചതിന് ശേഷം അവരുടെ വരവിൻ്റെ പ്രധാന ദൗത്യം നിർവഹിക്കാനായി ദൂതന്മാരായ മലക്കുകൾ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ദേശത്ത് എത്തിച്ചേർന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അവസാനമായി പറഞ്ഞു വച്ചിരുന്നത്. ഇനിയുള്ള 3 വചനങ്ങൾ ആ രാജ്യത്തിൻ്റെ സദൂം ദേശത്തിൻ്റെ നാശവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നവയാണ്. വചനം 33 വലമ്മ ജഅത് റുസുലുന ലൂത്തൻ, അങ്ങനെ നമ്മുടെ ദൂതന്മാർ പ്രവാചകനായ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ വന്നപ്പോൾ സിഅ ബിഹിം, അവർ കാരണം അദ്ദേഹത്തിനൊരു വിഷമം ഉണ്ടാവുകയും വദോഖ ബിഹിം ദർഅ, അദ്ദേഹത്തിന് മനസ്സ് ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ലോഖ ബിഹിം ദർഅ എന്നുള്ളത് മുഴങ്കൈ ഇടുങ്ങി പ്രയാസപ്പെട്ടു എന്നൊക്കെയാണ് അതിൻ്റെ ഭാഷാപരമായ അർത്ഥമെങ്കിലും മാനസികമായി അനുഭവപ്പെടുന്ന അസ്വസ്ഥതയെ, വിഷമത്തെ സൂചിപ്പിക്കാൻ അറബി ഭാഷയിൽ ഇങ്ങനെയുള്ളൊരു പ്രയോഗം നടത്താറുണ്ട്. അതുകൊണ്ടാണ് ഇപ്രകാരം അദ്ദേഹത്തിൻ്റെ വിഷമത്തെ ആ വാക്കുകളിലൂടെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അപരിചിതരായ അതിഥികളുടെ കാര്യത്തിൽ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം വിഷമിച്ചിട്ടുണ്ടാവുക? അദ്ദേഹം വിഷമിച്ചു എന്നാണല്ലോ പറഞ്ഞത്. അവർ വന്ന ആളുകൾ മലക്കുകളാണെന്ന വിവരം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അവർ വന്നതാവട്ടെ സുന്ദരന്മാരായ 2 മനുഷ്യരൂപത്തിലാണ്. തൻ്റെ ജനങ്ങളുടെ തെമ്മാടിത്തരം നേരത്തെ അറിയാവുന്ന ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അവരെ സ്വീകരിച്ചിരുത്തി കഴിഞ്ഞാൽ ആ അതിഥികൾക്ക് അവരിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ, മോശത്തരങ്ങളെ ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് പ്രയാസമുണ്ടായി എന്നുള്ളതാണ്. ഇനി അതൊക്കെ ഭയന്നിട്ട് ഈ അതിഥികളെ സ്വീകരിക്കാതിരുന്നാലോ, അതും അദ്ദേഹത്തിനുണ്ടാകുന്ന മറ്റൊരു വിഷമമാണ്. ഇങ്ങനെ അതിഥികളുടെ കാര്യത്തിൽ അവരെ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കാര്യം വളരെ പ്രയാസമാണ് എന്നുള്ള വല്ലാത്തൊരു ഒരു ബുദ്ധിമുട്ടില് അദ്ദേഹം ആ സന്ദർഭത്തിൽ ആയി എന്നുള്ളതാണ്. അപ്പം അതിനെ സൂചിപ്പിക്കാനാണ് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സമയത്ത് മനോവിഷമത്തിലായി എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അസ്വസ്ഥതയും മനോവിഷമവും ഒക്കെ കണ്ടപ്പോൾ മലക്കുകളായ ദൂതന്മാർ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച വാക്കുകളാണ് ആ വചനത്തിൻ്റെ ബാക്കി വരുന്നത്. വഖാലു, ആ വന്ന അതിഥികൾ അവർ പറഞ്ഞു, ലാ തഖഫ്, പേടിക്കേണ്ടട്ടോ, വല തഹ്സൻ, ദുഃഖിക്കുകയും വേണ്ട എന്നുള്ളതാണ്. ആ ജനതയിൽ നിന്നുള്ള വികൃതികളെ അല്ലെങ്കിൽ വികൃതമായ അവരുടെ ദുഷ്പ്രവർത്തികളെ തങ്ങളെ ബാധിക്കുകയില്ലെന്നും അങ്ങനത്തെ ഒരു കാര്യം ആലോചിച്ച് താങ്കൾ ആ കാര്യത്തിൽ വിഷമിക്കേണ്ട, പേടിക്കേണ്ടതില്ല എന്ന് ആ അതിഥികൾ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് മനസ്സമാധാനം നൽകുന്ന നല്ലൊരു മറുപടി എന്ന നിലക്ക് ആ അതിഥികളിൽ നിന്ന് ഉണ്ടാവുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ഒരു സംഭവത്തെ, ഈ ഒരു രംഗത്തേക്ക് വിശുദ്ധ ഖുർആൻ വളരെ വിശദീകരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുന്ന ചില അധ്യായങ്ങളൊക്കെ ഖുർആനിൽ നമുക്ക് കാണാമെന്നുള്ളതാണ്.
അതിൽ സുപ്രധാനമായി കൂടുതൽ നന്നായി സംസാരിക്കുന്ന ഒരു അധ്യായമാണ് 11-ാം അധ്യായം സൂറത്ത് ഹൂദ്. അതിൻ്റെ 77 മുതലുള്ള വചനങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ ഈ രംഗം അവിടെ ഒന്നുകൂടെ പറയുന്നുണ്ട്. വലമ്മ ജഅത്ത് റുസുലുന ലൂത്തൻ, ലൂത്ത് നബിയുടെ അടുക്കിലേക്ക് നമ്മുടെ ദൂതന്മാർ ചെന്നപ്പോൾ സി അബിഹിം വദോഖബിഹിം ദർഅ, അദ്ദേഹത്തിന് മനോവിഷമം അനുഭവപ്പെടുകയുണ്ടായി. വഖാല ഹാദാ യൗമുൻ അസീബ്, ലൂത്ത് നബി ഇങ്ങനെ കൂടെ പറഞ്ഞു എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം എനിക്ക് വല്ലാത്ത വിഷമമുള്ളൊരു ദിവസമായി പോയല്ലോ എന്ന്. അതിഥികൾ വന്ന ദിവസം വിഷമം എന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. കാരണം നമ്മൾ സൂചിപ്പിച്ചല്ലോ. വജഅഹു ഖൗമുഹു, അങ്ങനെ അദ്ദേഹത്തിന്റെ ആളുകൾ, അദ്ദേഹം എന്താണോ ഭയപ്പെട്ടത് അതിഥികളുടെ വിഷയത്തിൽ, ആ ഭയപ്പെട്ട സംഗതി അവിടെ നടക്കുകയാണ്. വജഅഹു ഖൗമുഹു, അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹത്തിലേക്ക് വന്നു. യുഹ്റഊന ഇലൈഹി, ധൃതിപ്പെട്ടു വന്ന്, ഓടി വന്ന്. എന്നിട്ടോ വമിൻ ഖബലു കാനു യഅമലൂന സയ്യാത്ത്, അവർ നേരത്തെ തന്നെ ദുഷ്പ്രവൃത്തി ചെയ്യുന്നവരായിരുന്നല്ല, ആ ജനതയാണ് വന്ന്, ആ ആളുകൾ. ഖാല യാ ഖൗമി ഹൗലാഇ ബനാതി, ആ സമയത്താണ് ലൂത്ത് നബി പറയുന്നത്, ഇതാ എൻ്റെ പെൺമക്കൾ, ഹുന്ന അത്ഹറു ലക്കും, നിങ്ങൾക്ക് അവരെ പരിശുദ്ധിയിലൂടെ തന്നെ പ്രാപിക്കാമല്ലോ, അതായത് വിവാഹിതരായി നിങ്ങൾക്ക് അവരെ സ്വീകരിക്കാൻ വേണമെങ്കിൽ. ഫത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. വല തുഹ്സുനി ഫീ ളൈഫി, എൻ്റെ അതിഥികളുടെ കാര്യത്തിൽ എന്നെ നിങ്ങൾ സങ്കടപ്പെടുത്തരുത്. അലൈസ മിൻകും റജുലുൻ റഷീദ്, നിങ്ങളുടെ കൂട്ടത്തിൽ വിവേകമുള്ള ഒരുത്തനുമില്ല എന്ന് ചോദിച്ചു. ഖാലു, ആ സമയത്ത് അവർ മറുപടി പറഞ്ഞു, ലഖദ് അലിംത മാ ലനാ ഫീ ബനാതിക മിൻ ഹഖ്, ലൂത്തേ നിനക്കറിയില്ല നിന്റെ പെൺമക്കളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ആവശ്യമല്ല, ഞങ്ങൾക്ക് സ്ത്രീകളെ എല്ലാം ആവശ്യമുള്ളത് നിനക്കറിയാലോ. ഇന്നക ലതഅലമു മാ നുരീദ്, ഞങ്ങളിപ്പോൾ ഇവിടെ വന്നത് എന്തിനാന്നുള്ളത് കൃത്യമായി താങ്കൾക്ക് അറിയാം, ആയതിനാൽ അതിന് ഞങ്ങൾക്ക് ആ നിലക്കുള്ള സൗകര്യം ഒരുക്കി തരണം എന്നുള്ളതാണ്. ഖാല, അപ്പൊ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, അന്ന ലീ ബിക്കും ഖുവ്വത്തൻ, എനിക്ക് തന്നെ നിങ്ങളെ തടയുവാനുള്ള ശക്തി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവി ഇല റുക്നിൻ ഷദീദ്, എനിക്ക് ഒരു സഹായിയായി എനിക്ക് ആശ്രയിക്കാൻ ശക്തി ഉള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. ഈ സമയത്താണ് ഖാലു, ഇവിടെയാണ് അതിഥികളുടെ ഇടപെടൽ അല്ലെങ്കിൽ മലക്കുകളുടെ ഇടപെടൽ. യാ ലൂത്ത്, അവർ ലൂത്ത് നബി വിളിച്ചു, ലൂത്തെ ഇന്ന റുസുലു റബ്ബിക്ക, തീർച്ചയായും ഞങ്ങൾ നിന്റെ റബ്ബിന്റെ ദൂതന്മാരാണ്, അതായത് ഞങ്ങൾ മലക്കുകളാണെന്ന് അവർ വ്യക്തമാക്കാണ്, ദൈവദൂതന്മാരാണ് ഞങ്ങൾ. ലയസ്ലു ഇലൈക്, അവര് നിന്നിലേക്ക് എത്തുക തന്നെയില്ല, അതായത് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് അവിടെ മലക്കുകൾ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടി വിശദമായി അവിടെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ മലക്കുകൾ പറഞ്ഞ മറുപടിയിൽ സൂറത്ത് അങ്കബൂത്തിലേക്ക് തിരിച്ചു വന്നാൽ നമുക്ക് കാണാം, ഇന്ന മുനജ്ജൂക വ അഹ്ലക ഇല്ല ഇംറഅതക, ഞങ്ങൾ എന്ത് ചെയ്യാണ്, താങ്കളെയും വീട്ടുകാരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി കൂടി വന്നതാണ്, മാത്രമല്ല ഈ അക്രമികളായ ആളുകളെ ശിക്ഷിക്കാനും. അപ്പോൾ ദൈവദൂതന്മാർ ശരിക്കും അവരുടെ വരവിൻ്റെ ഉദ്ദേശം പറയുന്നത് അവരുടെ അവസാനത്തിലാണ്. ആദ്യം ഞങ്ങൾ ദൈവദൂതന്മാരാണെന്നൊക്കെ പരിചയപ്പെടുത്തി, ഈ അക്രമികൾക്ക് ഒന്നും ചെയ്യാനാവില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് എന്തിനാണ് ഞങ്ങൾ വന്നത് എന്നവർ ആ ഉദ്യമത്തെ പറയുകയാണ്. ഇന്നാ മുനജ്ജൂക, ഞങ്ങൾ താങ്കളെയും കുടുംബത്തെയും രക്ഷപ്പെടുത്താനാണ്, മറ്റുള്ള ആളുകൾക്ക് ശിക്ഷ നൽകാനുമാണ്. അത് അവിടെ പറയാതെ തന്നെ പറയുന്നൊരു സംഗതിയാണ്. പക്ഷെ ഒരു കാര്യം കൂട്ടിച്ചേർത്ത്, ഇല്ല ഇംറഅതക, താങ്കളുടെ കുടുംബത്തിൽ ആ ആളുകളിൽ അഹലുകളിൽ ഒരിക്കലും താങ്കളുടെ ഭാര്യ ഉൾപ്പെടുകയില്ല, അവൾ ആ ശിക്ഷയിൽ അവശേഷിക്കുന്നവരിൽ തന്നെ പെട്ടവളാണ് എന്നുള്ളതാണ്. അപ്പൊ മുകളിൽ പറഞ്ഞ ആ അഹിലിൽ ഭാര്യ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ എന്താണ് അഹില് എന്നുള്ളിടത്ത് അഭിപ്രായങ്ങൾ രണ്ട് നിലക്ക് കാണാം. ഒന്ന്, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടുകാരെ സംബന്ധിച്ചാണ് ആ കുടുംബം അഹില് എന്ന് പറഞ്ഞത് എന്നാണ്. രണ്ടാമത്തത്, അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളെ, ലൂത്തിന്റെ ആളുകൾ എന്ന അർത്ഥത്തിൽ വിശ്വാസികൾ അഹിൽ എന്ന് ഖുർആൻ അറിയിക്കുന്നുണ്ടല്ലോ, അങ്ങനെയാണ്. വളരെ കുറഞ്ഞ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന്റെ കൂടെ, ആ ആളുകളൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് അഹിൽ എന്ന് പറഞ്ഞത്. രണ്ടായിരുന്നാലും തെറ്റൊന്നല്ല, ആ നിലക്കുള്ള രീതിയിൽ തന്നെ അത് വായിക്കാവുന്നതാണ്. ഏതായിരുന്നാലും ആ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പത്നി, ഭാര്യ വിശ്വാസികളിൽ പെട്ടവളായിരുന്നില്ല. പ്രവാചകനെ അംഗീകരിക്കുന്ന ആ പെൺമക്കളുടെ കൂട്ടത്തിലോ ആ വിശ്വാസികളുടെ കൂട്ടത്തിലൊന്നും ഉൾപ്പെടാനേ അവൾക്ക് സാധിച്ചില്ല എന്നതാണ് അവളെ വിഷയത്തിൽ, അല്ലെങ്കിൽ ആ ഭാര്യയുടെ വിഷയത്തിൽ ഇല്ല ഇംറഅതക, അവളെ ശിക്ഷ പിടികൂടുമെന്ന നിലക്ക് മാറ്റി നിർത്താനുള്ള കാര്യം എന്നുള്ളതാണ്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യയെ പറ്റി പറയുമ്പോൾ സൂറത്ത് തഹ്രീമിലേക്ക് വന്നാൽ, സത്യനിഷേധികളായ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് ഉദാഹരണമായി, സ്ത്രീകൾക്കുള്ള ഉദാഹരണമായി പറയുന്ന ഒരാളാണ് ലൂത്ത് നബിയുടെ ഭാര്യ. അള്ളാഹു പേരെടുത്ത് തന്നെ അങ്ങനെ പരാമർശിക്കുന്നുണ്ട്. അതായത് അവർ ഒരു പ്രവാചകന്റെ ഭാര്യയായിട്ട് പോലും റബ്ബിനെ അനുസരിക്കാൻ കൂട്ടാക്കാത്തവളായിരുന്നു എന്നാണ് അതിന് കാരണമെന്നുള്ളതാണ്. അപ്പോൾ ഈ നിലക്ക് ലൂത്ത് നബിയുടെ ഭാര്യ ആ വിഭാഗത്തിൽ ഉൾപ്പെടുകയില്ല എന്നുള്ളതാണ്. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് ലൂത്ത് നബിയുടെ ഭാര്യ അതിൽ ഉൾപ്പെടാനിരുന്നത്? വിശകലനം അങ്ങനെ പണ്ഡിതന്മാർ തഫ്സീറുകൾ രേഖപ്പെടുത്തുമ്പോൾ അങ്ങനെയൊക്കെ വായിക്കാൻ കഴിയുന്നതാണ്. ലൂത്ത് നബിയുടെ ഭാര്യ ഒരു തികഞ്ഞ അന്ധവിശ്വാസിയായിരുന്നു.
സത്യം എന്തെന്ന് അറിഞ്ഞിട്ടും അതിനെ നിഷേധിക്കുകയും തൻ്റെ ഭർത്താവും പ്രവാചകനുമായ ലൂത്ത് നബിക്കെതിരെ പ്രവർത്തിക്കാൻ മുൻപന്തിയിൽ ഉണ്ടാവുകയൊക്കെ ചെയ്തൊരു പെണ്ണാണെന്നുള്ളതാണ്. ആ നാട്ടിലൊരു മഹാവിപത്താണ് സ്വവർഗരതി. അതിനെതിരെ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങേയറ്റം പ്രബോധനം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ നിരന്തരം അദ്ദേഹം ശക്തിയുക്തം അതിനെ എതിർത്തപ്പോഴും, അറപ്പോടെ അതിനെ എതിർത്തപ്പോഴും അവർക്ക് അതിനു വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ആളുകൾക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും പിന്തുണയും ഒരുക്കങ്ങളൊക്കെ നടത്തി മുന്നിലുണ്ടായിരുന്ന ഒരു പെണ്ണായിരുന്നു ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ. ഏതുവരെ എന്ന് ചോദിച്ചാൽ സ്വന്തം വീട്ടിലേക്ക് വരുന്ന അതിഥികളെ പറ്റി രഹസ്യമായി ആ ആളുകൾക്ക് വിവരമെത്തിച്ചു നൽകുകയും അവരെ ഈ കാമവൈകൃതത്തിന് ക്ഷണിച്ചു വരുത്തുകയൊക്കെ ചെയ്തിരുന്ന ഒരു പെണ്ണായിരുന്നു ലൂത്ത് നബിയുടെ ഭാര്യ. ഈ ദൂതന്മാരായ മലക്കുകൾ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിൽ വരുമ്പോൾ മനുഷ്യരൂപത്തിൽ വന്ന അവരുടെ വിവരം, അവരെ പറ്റി പോലും ഈ ആളുകൾക്ക് വിവരം എത്തിച്ചു കൊടുത്തിട്ടുള്ളത് ഈ പറയപ്പെട്ട ഇമ്രാഅത്ത് ലൂത്താണ് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈയൊക്കെ കാരണങ്ങളാണ് അവളെ ദൈവകോപത്തിന്, ദൈവശിക്ഷയ്ക്ക് വിധേയപ്പെട്ടവളായി കണക്കാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി ഇവിടെ സാന്ദർഭികമായൊരു കാര്യം കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് വായിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൗമിനെ പറ്റി പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ സദൂം ദേശത്തെ പറ്റി വായിക്കുമ്പോൾ, സ്വന്തം വർഗത്തെ ലൈംഗിക ശമനത്തിന് വേണ്ടി ഉപയോഗിച്ചവരാണ് സദോം നിവാസികൾ. പക്ഷെ അത് അവരെ പുരുഷന്മാരാണ് എന്നുള്ളതാണ് വചനങ്ങളിലൊക്കെ പറയുന്നത്, അല്ലെ? പുരുഷന്മാരാണല്ലോ അപ്രകാരം. റിജാലിന്റെ അടുത്തേക്ക് ചെന്നു എന്നുള്ളതാണ്. അപ്പൊ സ്ത്രീകളെ പറ്റി അങ്ങനെ സ്ത്രീകളുടെ അടുത്തേക്ക് ചെന്നു എന്നുള്ളൊരു ദുസ്വഭാവം പറഞ്ഞു കാണുന്നേ ഇല്ല. അങ്ങനല്ല. എന്നിട്ടും ശിക്ഷ വന്നിറങ്ങിയപ്പോൾ സ്ത്രീകളെ കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതെന്തിനായിരുന്നു എന്നൊരു സംശയം സ്വാഭാവികമായും ഈ ഒരു ചരിത്രത്തെ ഒരാവർത്തി വായിക്കുമ്പോൾ ഒരു വായനക്കാരൻ്റെ മനസ്സിൽ ഉണ്ടാകാവുന്ന, അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംശയമാണെന്നുള്ളതാണ്. അപ്പം ഇതിന് വിശദീകരണമൊക്കെ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ, പരതി നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയുന്നത്, ഇപ്പോൾ ഒരു കിതാബുൽ ഖിസസിൽ ഖുർആനി, വിശുദ്ധ ഖുർആനിലെ കഥകളെ, ചരിത്ര കഥകളെ മാത്രം ഒരു ഏടിലാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയുന്നൊരു കിതാബിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഒന്ന് ആ ആളുകളിൽ, അതായത് ആ സ്ത്രീ ജനങ്ങളുടെ കാര്യം പറയാം കേട്ടോ, പുരുഷന്മാരെ പോലെ തന്നെ അവരിൽ ശിർക്കൻ വിശ്വാസങ്ങളും നടപടികളും ഒക്കെ വർദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. പ്രവാചകൻ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം അവരിലേക്ക് കൊണ്ടുവന്ന സത്യത്തിനെതിരെ അവര് നിലകൊണ്ടവരായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അതില് മുൻപന്തിയിലുള്ള ഒരാളാണ് ലൂത്ത് നബിയുടെ ഭാര്യ നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഈ പുരുഷന്മാരുമായിട്ടാണ് ശരിക്ക് സ്ത്രീകൾക്കുള്ള ഇണബന്ധം ഉണ്ടാവേണ്ടത് എന്ന് കൽപ്പിക്കപ്പെട്ടവർ, അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ തങ്ങളിലെ പുരുഷന്മാർ ഈ ലൈംഗിക വൈകൃതത്തിന് അവരതിന് മുന്നോട്ട് വരുമ്പോൾ അതിന് പച്ചക്കൊടി കാണിക്കുകയും അതിന് കൂട്ടുനിൽക്കുകയും ഒക്കെ ആ നിലക്കുള്ള ഒരു സ്ത്രീകളായിരുന്നു ഈ സദൂമിലെ സ്ത്രീകൾ എന്നുള്ളതാണ്. അപ്പോൾ അവർ അവരുടെ സ്വവർഗ രതിയെ ഇഷ്ടപ്പെടുക, അതിനെ എതിർക്കുകയും അതിനെല്ലാ നിലക്കും നിരുത്സാഹപ്പെടുത്തുകയാണല്ലോ വേണ്ടത് അവരിലെ ആളുകൾ, സ്ത്രീകൾ എന്ന നിലക്ക്. കാരണം അവർക്ക് കിട്ടേണ്ട അവകാശത്തെ പോലും ഹനിക്കപ്പെടുന്ന ഒരവസ്ഥ അതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ മക്കളുടെ തുടർച്ച അല്ലാതെ വേണം, അവരുടെ പരമ്പര അവിടെ മുറിഞ്ഞു പോവാണ്. തഖ്തഉന സബീലൊക്കെ നമ്മൾ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. അപ്പം സൂചിപ്പിക്കുന്നത് ഈ സ്ത്രീകൾ ഇവിടെ അതിനിഷ്ടപ്പെടുന്നു, അതിനെ അംഗീകരിക്കുന്നു, അതിനെ ശരിവെക്കുന്നു. ഇതൊക്കെ അവരെ വന്നുള്ള നിലപാടാണ്. അപ്പോൾ ഇങ്ങനെ ആ തെറ്റിന് വേണ്ടി എല്ലാ നിലക്കും അവര് സ്വയം അത് സമീപിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു മോശം മഹാവിപത്തിനെ അവിടെ എല്ലാ നിലക്കും തഴച്ച് വളരാനും അവിടെ പ്രചരിക്കാനൊക്കെ ഉള്ള കാരണക്കാരായി പുരുഷന്മാരെ പോലെ തന്നെ പിന്നിലല്ലാതെ സ്ത്രീകൾ ഇതിന് സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാരണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, ഒരു തെറ്റിന് വേണ്ടി ഒരാൾ കൂട്ടുനിന്നാൽ ആ തെറ്റ് ചെയ്തവനെ പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് മഹാവിപത്തുകളുടെ കാര്യത്തിലൊക്കെ അങ്ങനെ തന്നെയാണുള്ളത് എന്നുള്ളതാണ്. അവൻ അതിന് പങ്കാളിയായവനെ പോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു നിലപാട് സ്വീകരിച്ചതിനാലാണ് അവരിലെ സ്ത്രീകൾക്ക് ശിക്ഷ വന്നിട്ടുള്ളത് എന്നാണ് വിശദീകരണത്തിലൊക്കെ കാണാൻ കഴിയുന്നത്. അല്ലാഹു അലം. ഏതായിരുന്നാലും 34-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് മലക്കുകൾ പറഞ്ഞ ആ സന്ദർഭമാണത്. അതായത് തോന്നിവാസം ചെയ്തതിനാൽ ഈ രാജ്യത്തിൻ്റെ മേൽ ഞങ്ങൾ ശിക്ഷ ഇറക്കുന്നവരാണ്. അതായത് അവരുടെ വരവിൻ്റെ ഉദ്യമം അവർ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പം എന്തായിരുന്നു സദൂം ദേശത്തിന് ഗോത്രക്കാർക്ക് കിട്ടിയിട്ടുള്ള ശിക്ഷ? അതിങ്ങനെ വായിക്കുമ്പോൾ പണ്ഡിതരൊക്കെ പല അഭിപ്രായങ്ങളായിട്ട് ഇങ്ങനെ തഫ്സീറുകളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഖുർആന്റെ വചനങ്ങളിലേക്ക് വരുമ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ ചുരുക്കി വായിക്കാം. അതായത് 26-ാം അധ്യായം സൂറത്ത് ഷുആറയിൽ പറയുന്നത് ഞാൻ അവരുടെ മേല് മഴയെ വർഷിപ്പിച്ചു. ആ മഴ എന്ന് പറഞ്ഞാൽ ഫസഅമത്തുൽ മുൻദിരീൻ, താക്കീത് നൽകപ്പെട്ട ആളുകൾക്ക് അതൊരു മോശം മഴയായിരുന്നു. ഇതാണ് ഷുആറയിൽ പറയുന്നത്. 54-ാം അധ്യായത്തിലേക്ക് വന്നാൽ അവിടെ പറയുന്ന ഇന്ന അർസൽന അലൈഹിം ഹാസിബ,
അവരുടെ മേൽ നാം ഒരു ചരൽക്കാറ്റിനെ ഞാൻ വീശിയെടുപ്പിച്ചു അല്ലെങ്കിൽ പറഞ്ഞയച്ചു എന്നുള്ളതാണ് അള്ളാന്റെ ഖുർആൻ അവിടെ അള്ളാഹു സമർത്ഥിക്കുന്നത്. മറ്റൊന്ന് 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഫജഅൽനാ ആലിഹ സാഫിലഹ, നാം അവരെ തലകീഴായി മറിച്ചു എന്നുള്ളതാണ്. വഅംതർനാ അലൈഹിം ഹിജാറ, അവരുടെ മേൽ നാം ഹിജാറത്തിന്റെ ചുട്ടുപഴുത്ത കല്ലുകളെ കൊണ്ടുള്ള ഒരു മഴയാണ്. അപ്പോൾ ആ മോശം മഴ ഈ മഴയാണ് എന്നുള്ളതാണ് അതിന്റെ വിശദീകരണം. അങ്ങനെയുള്ള മഴ വർഷിപ്പിച്ചു എന്നാണ്. 11-ാം അധ്യായം സൂറത്ത് ഹൂദിൽ പറയുന്നത് ഫലമ്മാ ജാ അമ്രുന, അങ്ങനെ നമ്മുടെ കൽപ്പന അവരുടെ മേൽ വന്നപ്പോൾ ജഅൽനാ ആലിഹ സാഫിലഹ, നാം അവരെ തലകീഴായി മറിച്ചിട്ടു. വഅംതർനാ അലൈഹ, ആ രാജ്യത്തിന്റെ മേൽ നാം വർഷിപ്പിച്ചു. ഹിജാറത മിൻ സിജ്ജിൽ മംദൂദ്, അട്ടിയായി ചൂള വെച്ചിട്ടുള്ള കല്ലുകളുടെ ഒരു മഴ എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ലൂത്ത് നബിയുടെ ജനതക്ക് ലഭിച്ചിട്ടുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളായിട്ട് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഘോരശബ്ദം അവർക്ക് അതിനു മുമ്പുണ്ടായി എന്നുള്ളതും വചനം സൂചിപ്പിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഈ ശിക്ഷ മുസ്ലിമീങ്ങളായ പ്രവാചകനായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അദ്ദേഹത്തിന്റെ ആളുകൾക്കും ബാധിക്കാതിരിക്കാൻ അവരോട് രാത്രിക്ക് രാത്രി തന്നെ പുറപ്പെട്ടു പോകാൻ, രാജ്യം വിടാൻ അവർ നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെ അവർ രാജ്യം വിട്ടു പോകുന്നുണ്ട്. നിങ്ങൾ പോകുന്ന സന്ദർഭത്തിൽ ശിക്ഷ നടപ്പാക്കുന്ന ഈ രാജ്യത്തേക്ക് നിങ്ങളൊരു തിരിഞ്ഞുനോട്ടം പോലും അരുത് എന്ന് പോലുള്ള പ്രത്യേകമായ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി, ഒരു നിർദ്ദേശം കൂടി അവരുടെ വിഷയത്തിൽ ഈ മാലാഖമാര് ദൂതന്മാർ നൽകിയിരുന്നു എന്നും കൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഇനി അവസാനത്തെ ഒരു വചനം 35-ാമത്തെ വചനമാണ്. അവിടെ അള്ളാഹു പറയുന്നത് ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ലിഖൗമി യഅഖിലൂൻ, ഇതിലെന്തുണ്ട്, വ്യക്തമായ ഒരു ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളത്. അവിടെ ഞാൻ ആ രാജ്യത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ദൃഷ്ടാന്തം ഞാൻ അവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. തറക്കിന വലഖത് തറക്കിന, നാം ബാക്കിയാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ വായിക്കുമ്പോൾ ഈ അറബികൾ സദൂം ദേശത്തിന്റെ ചാരത്തുകൂടെ വല്ലാതെ യാത്ര ചെയ്യുന്ന ആളുകളായിരുന്നതാണ്. അപ്പൊ അവരെ നശിപ്പിച്ചതിന്റെ അടയാളമായി അന്നും ഇന്നും ചാവുകടൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ലൂത്ത് നബിയുടെ ജനതക്കിറങ്ങിയ ശിക്ഷയിലെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം അത് ഇന്നും ലോകത്തിന് പാഠമായി നിലനിൽക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഈ ആയത്തൻ ബയ്യിന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ചാവുകടലാണ് എന്നുള്ള രീതിയിലാണ് തഫ്സീറുകളിൽ അതിനൊക്കെ രേഖപ്പെടുത്തുന്നത് കാണുന്നത്. അപ്പോൾ ആ രാജ്യത്തെ നാം അവശേഷിപ്പിച്ചു എന്നാണ്. ആ രാജ്യത്തിൽ നാം മിൻഹ, അതിൽ നാം അവശേഷിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ സ്ഥലവുമായൊക്കെ ബന്ധപ്പെട്ട സംഗതിയാണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ ചാവുകടലാണ് അവിടെ ഉദ്ദേശിക്കുന്ന ആയത്ത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ലിഖൗമി യഅഖിലൂൻ, ഒരല്പ ആലോചനയുള്ള ആളുകൾക്ക് അതിലങ്ങനെ ദൃഷ്ടാന്തം ഉണ്ട് എന്ന് കൂടെ പറയുന്നത്. അപ്പൊ ചാവുകടല് കേവലം അള്ളാഹുവിന്റെ വ്യത്യസ്തമായൊരു സൃഷ്ടിപ്പ് എന്നതിനപ്പുറം അല്ലെ, ലവണങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ജലാശയം എന്നതിനപ്പുറം ഒരു വലിയ തിന്മയെ അള്ളാഹു തുടച്ചു നീക്കിയതിൻ്റെ അടയാളമാണ്, അവശേഷിപ്പാണ് ആ ചാവുകടൽ എന്ന് വായിക്കലാണ് അതിലുള്ള പാഠം ദൃഷ്ടാന്തം എന്നുള്ളത്. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ ഈ 35-ാമത്തെ വചനത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നും പണ്ഡിതന്മാരൊക്കെ അതിന് വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു അലം, കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കാനും ജീവിതത്തിൽ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്താനുള്ള തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.